Hello everyone, I'm Dr. Khadija, a licensed medical doctor in Germany. So, നിങ്ങൾ ഫൈനൽ ഇയർ ഒക്കെ പാസ്സായിട്ട് ഇനി അടുത്തത് പോകുന്നത് ഹൗസ് ഏജൻസി ചെയ്യാനാണ്, ഇന്റേൺഷിപ്പ് ചെയ്യാനാണ്. അപ്പോൾ MBBS കഴിഞ്ഞിട്ട് MBBSന്റെ ഫൈനൽ ഇയർ എക്സാം കഴിഞ്ഞിട്ട് പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതാണ് ഹൗസ് ഏജൻസി ഓർ ഇന്റേൺഷിപ്പ് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറയാൻ പോകുന്നത്. എങ്ങനെയാണ് നമ്മുടെ ഹൗസ് ഏജൻസി, എങ്ങനെയാണ് ഇന്റേൺഷിപ്പ്, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് നോട്ട് ചെയ്യുന്നത്, എന്തെല്ലാം കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്, എങ്ങനെയാണ് നമ്മൾ ഇവോൾവ് ചെയ്തിട്ട് ഒഫീഷ്യലി ഡോക്ടറായി മാറുന്നത്. മെഡിക്കൽ സ്റ്റുഡൻറ്റിൽ നിന്ന് ഡോക്ടറിലോട്ടുള്ള ഒരു ബ്രിഡ്ജാണ്, ഒരു പാലമാണ് ഹൗസ് ഏജൻസി എന്ന് പറയുന്ന ഫേസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ്, നമ്മൾ തിയറി ആയിട്ടും പ്രാക്ടിക്കലായിട്ടും ക്ലിനിക്കൽ പോസ്റ്റിങ്സും എല്ലാം ചെയ്ത് ഫൈനൽ ഇയറിൽ പാസ്സായി കഴിഞ്ഞിട്ടും നമ്മൾ ആക്ച്വലി ഹോസ്പിറ്റലിൻ്റെ ഒരു സിസ്റ്റത്തിൽ ഒരു 24/7 അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ഹോൾ ഡേ നിന്നിട്ട് എന്താ ചെയ്തിട്ടില്ല, പ്രാക്ടീസ് ചെയ്തിട്ടില്ല അല്ലേ. അതായത് വാർഡിൽ ഒരു രോഗി വരുന്നത് തൊട്ട് ആ രോഗീനെ ഡിസ്ചാർജ് ചെയ്ത് വിടുന്നത് വരെയുള്ള ഒരു കംപ്ലീറ്റ് ഫേസിൽ നമ്മൾ ഉണ്ടായിട്ടില്ല. ഈ ഫൈനൽ ഇയർ വരെ നമ്മൾ പേഷ്യൻറ്റിനെ കാണുന്നു, കേസ് എടുക്കുന്നു, രോഗിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു, പരിശോധിക്കുന്നു, രോഗിയുടെ ഇതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്തതും അവരെ ട്രീറ്റ് ചെയ്തതൊക്കെ നമ്മൾ അവരെ കേസ് ഷീറ്റൊക്കെ നോക്കി പഠിക്കുന്നു. ഇതാണ് ഫൈനൽ ഇയർ വരെ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ഹൗസ് ഏജൻസി എന്നുള്ള ഫേസിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു രോഗി പുതുതായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുമ്പോൾ നമ്മൾ എന്തെല്ലാം ചെയ്യണം, ദെൻ ആ രോഗി അവിടെ നമ്മുടെ ഹോസ്പിറ്റലിൽ വാർഡിലുള്ള സമയത്ത് നമ്മൾ എന്തെല്ലാം ചെയ്യണം, ദെൻ രോഗി ഡിസ്ചാർജ് ആയി പോകുമ്പോഴത്തേക്ക് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം. സോ ഈ കംപ്ലീറ്റ് ഫേസിലൂടെ നമ്മൾ ജീവിക്കാൻ പോവുകയാണ് ഹൗസ് ഏജൻസിൻ്റെ സമയത്ത്. ദെൻ നമുക്ക് നൈറ്റ് ഷിഫ്റ്റ്സ് ഉണ്ടാവും, കോൾ ഡ്യൂട്ടീസ് ഉണ്ടാവും, അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസ് എടുക്കാൻ പാകത്തിനുള്ള ഡോക്ടേഴ്സായി മാറുന്നതിനുള്ള ഓരോ സ്റ്റെപ്പുകളാണ് ഈ ഹൗസ് ഏജൻസിയിലൂടെ നമ്മൾ നേടിയെടുക്കാൻ പോകുന്നത്. ഹൗസ് ഏജൻസി എന്ന് പറയുന്നത് 12 മന്ത്സിൻ്റെ, ഒരു വർഷത്തെ കമ്പൽസറി ആയിട്ടുള്ള ഇൻറ്റേൺഷിപ്പാണ്. പല പല വിഭാഗത്തിൽ നമ്മൾ ഇന്ന റെഗുലേറ്റഡ് ടൈംസ് ഉണ്ട്. ആ ടൈംസിൽ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ പോസ്റ്റിംഗ് ചെയ്യുക. പോസ്റ്റിങ്സ് പല സ്ഥലത്തുണ്ടാവും. കാഷ്വാലിറ്റിയിലുണ്ടാവും, OPയിലുണ്ടാവും, ഓപ്പറേഷൻ തിയേറ്ററിലുണ്ടാവും, വാർഡിലുണ്ടാവും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 2 മാസത്തിൽ നമുക്ക് പോസ്റ്റിംഗ് ജനറൽ മെഡിസിനിലാണ്, 2 മാസം ജനറൽ സർജറിയിലാണ്, ദെൻ കുറഞ്ഞ ദിവസങ്ങളായിട്ട് പല പല ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് പോസ്റ്റിംഗ് ഉണ്ട്. സോ ജനറൽ മെഡിസിനിലായാലും ജനറൽ സർജറിയിലായാലും എല്ലാത്തിലായാലും നമ്മൾ വാർഡിൽ ചെയ്യുന്ന കാര്യങ്ങൾ സെയിം ആണ്. ഒരു റൊട്ടീൻ ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്താണ് നമ്മൾ ഈ 2 മാസത്തിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ വാർഡിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് തരാം. സോ നമ്മൾ ആക്ച്വലി നമ്മൾ മുകളിൽ ആരുണ്ട്, PGs ഉണ്ടാവും, പ്രൊഫസേഴ്സ് ഉണ്ടാവും അല്ലേ. നമ്മളാണ് ഏറ്റവും താഴെ ലെവലിലുള്ളത് ഇപ്പം. അതായത് നമ്മളാണ് അവിടുത്തെ കുട്ടി ഡോക്ടേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ. നമ്മൾ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കണം, എന്നാൽ പോലും നമുക്ക് അത്ര വലിയ റെസ്പോൺസിബിലിറ്റീസ് ഇല്ലതാനും. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഹൗസ് ഏജൻസി എന്ന് പറയുന്നത്. ബട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങളെപ്പോഴും റെസ്പോൺസിബിൾ ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. കാരണം അത് നിങ്ങളുടെ വർക്ക് ലൈഫിലോട്ട്, നിങ്ങളുടെ MBBS കഴിഞ്ഞിട്ടുള്ള ലൈഫിലോട്ട് വളരെ ഉപകാരപ്പെടുന്നതായിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എല്ലാ ദിവസവും റൗണ്ട്സ് ഉണ്ടാവും. റൗണ്ട്സിന് ആര് വരും, PGs വരും, പ്രൊഫസേഴ്സ് വരും. അപ്പോൾ മെയിൻ പ്രൊഫസർ റൗണ്ട്സിന് വരുന്നതിന് മുന്നേ ഹൗസ് ഏജൻസി എന്ത് ചെയ്യും, പ്രീ റൗണ്ട്സ് എടുക്കണം. അപ്പോൾ നമുക്ക് തലേ ദിവസം വന്ന പുതിയ പേഷ്യൻസ്, നമ്മളെ വാർഡിലോട്ടാണ് പുതിയ പേഷ്യൻസ് വരിക അല്ലേ. അപ്പോൾ പുതിയ പേഷ്യൻസ് ആരൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം രാവിലെ തന്നെ പോയിട്ട്. അപ്പോൾ എന്ത് ചെയ്യണം, പഴയ പേഷ്യൻസ് ഏതൊക്കെയാണ് നമുക്ക് ഓൾറെഡി അറിയണം, എന്നിട്ടാണല്ലോ നമുക്ക് പുതിയ പേഷ്യൻസിനെ കണ്ടെത്താൻ പറ്റുള്ളൂ. സോ ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ പേഷ്യൻസിൻ്റെ അടുത്തും നമ്മൾ സംസാരിക്കും. അവർ പുതിയ പേഷ്യൻസ് ആണോ പഴയ പേഷ്യൻസ് ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിവുണ്ടായിരിക്കണം. ദെൻ പുതിയ പേഷ്യൻസിനെ കണ്ടെത്തിയിട്ട് അവരുടെ കേസ് ഷീറ്റിൽ അന്നത്തെ നമ്മളപ്പോൾ തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇപ്പോൾ ഉണ്ടോയെന്നോ, ഇന്നലെ രാത്രി ഉണ്ടായിരുന്നോന്നോ കാര്യങ്ങളൊക്കെ ചോദിക്കാം. ദെൻ അത് നോട്ട് ചെയ്യുന്നു. ദെൻ നമ്മൾ എന്താ പറയുക, അവരുടെ വൈറ്റൽസ് നോക്കുന്നു, അതായത് ബ്ലഡ് പ്രഷർ നോക്കുന്നു, അവരുടെ പ്രഷർ നോക്കുന്നു, പൾസ് നോക്കുന്നു, ഷുഗർ ഇതെല്ലാം നോക്കുന്നു. ഇതെല്ലാം നമ്മൾ നോട്ട് ചെയ്യുന്നു. ദെൻ പേഷ്യൻ്റ് അപ്പോൾ പെയിൻ ഉണ്ട് എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലെന്ത് ചെയ്യും, ആഡ് ചെയ്യുന്നു, പെയിനുള്ള മെഡിക്കേഷൻ ആഡ് ചെയ്യുന്നു. അപ്പോൾ മെഡിക്കേഷൻ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, പേഷ്യൻറ്റിൻ്റെ ലാബ് റിപ്പോർട്ട് നോക്കണം, ബ്ലഡ് ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് നോക്കണം. അതിലെന്തെങ്കിലും വ്യത്യാസമുണ്ട്, അതിലെന്തെങ്കിലും അബ്നോർമൽ ആയിട്ടുണ്ടോ എന്നുള്ളത് കൂടെ നമ്മൾ നോക്കിയിട്ട് അതെല്ലാം സൈഡിൽ എഴുതി വെക്കുക. എന്ന് കഴിഞ്ഞാൽ അതങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ പ്രൊഫസേഴ്സ് വരുന്ന സമയത്ത് അവർക്ക് എളുപ്പത്തിൽ നോക്കാം, ഈ രോഗിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, എന്തെങ്കിലും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ കേസ് ഷീറ്റിൽ നിന്ന് അറിയാൻ പറ്റും. അതുപോലെ നമ്മൾ ഓർഡേഴ്സ് എഴുതുക. ഓർഡേഴ്സ്
എന്തെല്ലാം മെഡിക്കേഷൻസ് ആണ് ഇവർക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ലാബ് റിപ്പോർട്ടിൽ ഇപ്പോൾ ക്രിയാറ്റിനിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ നമ്മൾ കിഡ്നീനെ ബാധിക്കുന്ന മരുന്നൊന്നും കൊടുക്കാതിരിക്കുക. അത് സ്റ്റോപ്പ് ചെയ്തിട്ട് അത് കിഡ്നിക്ക് പ്രശ്നമില്ലാത്ത അതേ ആക്ഷനുള്ള മരുന്നിന് നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സംഭവങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. ദെൻ റൗണ്ട്സ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റൗണ്ട്സിൻ്റെ സമയത്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ടാകും ഈ രോഗിക്ക് ഇന്ന ഇൻവെസ്റ്റിഗേഷൻസ് വേണ്ടി വരും, അല്ലെങ്കിൽ ഇവർക്ക് ഒന്നുകൂടെ ഈ ടെസ്റ്റുകളൊക്കെ വേണ്ടി വരും, ഇതൊക്കെ ചെയ്തിട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അതെല്ലാം നോട്ട് ചെയ്തിട്ട് അത് രജിസ്റ്റർ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പേഷ്യൻറ്റിനെ അങ്ങോട്ട് കൊണ്ടുപോകാനോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ചെയ്യണം. ബ്ലഡ് എടുക്കണം, കാനുല ഇടണം. ചില ഹോസ്പിറ്റൽസിൽ അതെല്ലാം സിസ്റ്റേഴ്സ് ചെയ്യുമായിരിക്കും. ബട്ട് നമ്മളെ സമയത്ത് നമ്മൾ ബ്ലഡ് എടുക്കണമായിരുന്നു, കാനുലൊക്കെ ഇടണം, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ദെൻ ഓർഡേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് മരുന്ന് എന്തെങ്കിലും മാറ്റണം എന്ന് പ്രൊഫസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ ചെയ്യുക. അല്ലെങ്കിൽ നമ്മളെ ഇതിൽ തന്നെ നമുക്ക് എന്തെങ്കിലും മാറ്റാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. പക്ഷേ PGസിനോടോ പ്രൊഫസേഴ്സിനോടോ ഒന്നുകൂടെ അത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒന്ന് ഉറപ്പിച്ചിട്ടിരിക്കുക, ഓക്കെ ഞാൻ എടുത്ത തീരുമാനം അത് ശരിയായിരുന്നു, ഞാൻ ആ ഓർഡർ മാറ്റാൻ പറഞ്ഞത് അത് ശരിയായിരുന്നു, അല്ലെങ്കിൽ അത് തെറ്റായിരുന്നു, അത് നമുക്ക് എന്ത് ചെയ്യും, മനസ്സിലാക്കാൻ പഠിക്കാം. ദെൻ രോഗി ഡിസ്ചാർജ് ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്ചാർജ് കാർഡ് എഴുതണം. ഡിസ്ചാർജ് കാർഡ് എഴുതുമ്പോൾ കംപ്ലീറ്റ് പേഷ്യൻറ്റിൻ്റെ ഹിസ്റ്ററി എഴുതണം, നമ്മൾ പരിശോധനയുടെ ഫൈൻഡിങ്സ് എഴുതണം, ഡയഗ്നോസ്റ്റിക്സിൻ്റെ ഫൈൻഡിങ്സ് എഴുതണം. ഇതെല്ലാം എഴുതിയിട്ട് രോഗീൻ്റെ ഡിസ്ചാർജ് ചെയ്യുമ്പോഴത്തേക്കുള്ള ഓർഡേഴ്സ് അത് നമ്മളോ അല്ലെങ്കിൽ PGസോ എഴുതും. അപ്പോൾ PGs എഴുതുമ്പോഴത്തേക്ക് അതിൽ നിന്ന് പഠിക്കുക, അവരെന്തൊക്കെയാണ് ഡിസ്ചാർജ് എഴുതുമ്പോഴത്തേക്ക് എഴുതുന്ന മെഡിക്കേഷൻസ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പഠിക്കാം. അങ്ങനെയാണ് നമ്മൾ ഇവോൾവ് ചെയ്ത് വരുന്നത്. ദെൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ബ്ലഡ് രോഗിക്ക് കൊടുക്കുക. അപ്പോൾ ബ്ലഡ് അനീമിയ ഒക്കെ ഉള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ, ഒരുപാട് ബ്ലഡ് ലോസ് ഒക്കെ വന്ന രോഗിയാണെങ്കിൽ അവർക്ക് നമ്മൾ ബ്ലഡ് കൊടുക്കും അല്ലേ. അപ്പോൾ ബ്ലഡ് കൊടുക്കുന്ന കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വളരെയധികം നന്നായിട്ട് പഠിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ കറക്റ്റ് നോക്കാതെ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്തിട്ട് പേഷ്യൻ്റ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഒരു ഇഷ്യൂ ആവുന്ന ഒരു സംഭവമാണ്. സോ വെരി വെരി കെയർഫുൾ. അപ്പോൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനൊക്കെ ചെയ്യുമ്പോൾ വേറെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അത്രയും മെറ്റിക്കുലസ് ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ വാർഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് ജനറൽ മെഡിസിൻ, സർജറി വേണ്ടാത്തൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മളിങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ, സർജറി ഉള്ള ഡിപ്പാർട്ട്മെൻറ്റ്, അത് ജനറൽ സർജറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എക്സ്ട്രാ പണികളുണ്ട്. അതായത് നമ്മൾ പേഷ്യൻസിന് എന്തുണ്ടാവും, സർജറി ഉണ്ടാവും അല്ലേ. അപ്പോൾ സർജറിൻ്റെ മുന്നേ പേഷ്യൻറ്റിനെ പ്രിപ്പയർ ചെയ്യണം. അതായത് നമ്മൾ പേഷ്യൻസിൻ്റെ മരുന്നുകളൊക്കെ ഒന്നുകൂടെ നോക്കണം, നമ്മൾ ഇതെല്ലാം ഓപ്പറേഷനുള്ള പേഷ്യൻ്റ് വെച്ച് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നോക്കണം. അനസ്തേഷ്യയുടെ ഡോക്ടറും കൂടെ അത് നോക്കും. പക്ഷെ നമ്മളും കൂടെ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്കും കൂടെ എന്ത് ചെയ്യാം, നമ്മളെ പേഷ്യൻ്റാണ്, നമ്മളെ രോഗിയാണ്, നമ്മളെ രോഗി ഒരു ഓപ്പറേഷന് പോവാണ്. അപ്പോൾ നമ്മൾ ആ ഒരു കെയർ കാണിക്കാം. അപ്പോൾ എന്ത് ചെയ്യാം, മെഡിക്കേഷൻസ് ഒക്കെ കറക്റ്റ് ആണോ നോക്കാം. തലേ ദിവസം എന്ത് ചെയ്യാം, ബ്ലഡ് എടുത്തിട്ട് നമ്മൾ ലേറ്റസ്റ്റ് റിപ്പോർട്ട് ഉണ്ടാവുക. അതായത് ഗ്ലൂക്കോസ് കാര്യങ്ങളൊക്കെ നോർമൽ ലെവലിലാണോ, അതുപോലെ ബ്ലഡ് കട്ട പിടിക്കുന്ന ഇതിൻ്റെ ഓരോ പാരാമീറ്റേഴ്സ് ഉണ്ട്. അത് ഈ INR, PT-INR എന്നുള്ള വാല്യൂസൊക്കെ നോർമലാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാം. അതുപോലെ ഇലക്ട്രോലൈറ്റ്സ്, സോഡിയം, പൊട്ടാസ്യം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോർമലാണോ നോക്കാം. ഇതെല്ലാം വാർഡിൽ നോക്കേണ്ടതാണ്, സോഡിയം പൊട്ടാസ്യം കാര്യങ്ങളൊക്കെ. കാരണം സോഡിയം പൊട്ടാസ്യം ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ചെയ്യണം എപ്പോഴും, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നം വരും. അരിത്മിയാസ് ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. അത് ഭയങ്കര ക്രിട്ടിക്കൽ സിറ്റുവേഷനിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. സോ അതൊക്കെ എപ്പോഴും നമ്മൾ എന്താ പറയുക, അവെയർ ആയിരിക്കണം. അതൊക്കെയാണ് നമ്മൾ ഡോക്ടേഴ്സ് എന്നുള്ള നിലക്കൊന്നും കാണാതെ പോവാതിരിക്കുക, എല്ലാം ശ്രദ്ധിക്കുക. എന്നിരുന്നാലും നമ്മൾ മനുഷ്യരാണ്, നമ്മൾ കാണാതൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. എന്നാലും നമ്മൾ എന്തോന്നും എക്സ്ട്രാ എഫേർട്ട് എടുത്തിട്ട് അതെല്ലാം ഇടയ്ക്കിടയ്ക്ക് നോക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ദെൻ ഓപ്പറേഷൻ കഴിഞ്ഞ് വരുമ്പോൾ, പിന്നെ ഇനി ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്റ്റെറൈലായിട്ടുള്ള അസെപ്റ്റിക് പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കുക. ഹാൻഡ് വാഷ് എങ്ങനെ പഠിക്കാം. ദെൻ എങ്ങനെയാണ് നമ്മൾ സർജറിക്ക് വേണ്ടി നമ്മൾ സ്വയം എങ്ങനെയാണ് പ്രിപ്പയർ ആവുന്നത്, ഇതെല്ലാം കാര്യങ്ങളൊക്കെ കണ്ടു പഠിക്കുക, അസിസ്റ്റ് ചെയ്തിട്ട് പഠിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യാം. ദെൻ പോസ്റ്റ് ഓപ്പറേറ്റീവ്, അതായത് ഓപ്പറേഷൻ കഴിഞ്ഞ് പേഷ്യൻ്റ് വരുമ്പോൾ രോഗിയുടെ ഓർഡേഴ്സ് എല്ലാം മാറ്റേണ്ടി വരും. ചില മരുന്നുകളൊക്കെ അവർ മാറ്റിയിട്ടുണ്ടാകാം. അപ്പോൾ അതെല്ലാം എടുത്ത് എഴുതുന്നു. ദെൻ അതൊക്കെ ഇപ്പോൾ നോട്ട് ചെയ്യുക. അപ്പോൾ വേദനക്കുള്ള മരുന്നൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടാകും, അതെല്ലാം ശ്രദ്ധിക്കുക. ദെൻ നമ്മൾ മുറിവുണ്ടാവും അല്ലെ, ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വൂണ്ടുണ്ടാവും, മുറിവുണ്ടാവും. അതൊക്കെ നന്നായിട്ട് ഡ്രസ്സ് ചെയ്യാൻ പഠിക്കുക, നന്നായിട്ട് ഇൻഫെക്ഷൻ വരാത്ത രീതിയിൽ ഡ്രസ്സ് ചെയ്യാൻ പഠിക്കുക. ഇതെല്ലാം ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജനറൽ സർജറിയിൽ പോകുമ്പോഴത്തേക്ക് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ. പിന്നെ കത്തീറ്റർ ഇടാൻ പഠിക്കുക, മൂത്രത്തിന് ട്യൂബ് ഇടാൻ പഠിക്കുക, സ്യൂച്ചറിങ് പഠിക്കുക. അതുപോലെ തന്നെ നമുക്ക് കാഷ്വാലിറ്റിയിൽ പോസ്റ്റിംഗ് ഉണ്ടാവും. കാഷ്വാലിറ്റിയിലെ പോസ്റ്റിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യാം,
അത് അത്രയും 100% യൂട്ടിലൈസ് ചെയ്യുക. കാരണം കാഷ്വാലിറ്റീൻ്റെ പോസ്റ്റിങ്ങിൻ്റെ സമയത്താണ് നമ്മൾ ക്വിക്ക് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനും അതുപോലെ തന്നെ നമ്മളെന്താ പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് പ്ലാനൊക്കെ തീരുമാനിക്കുന്ന ആ ഒരു തിങ്കിങ് കപ്പാസിറ്റിയും പിന്നെ അതുപോലെ തന്നെ ആ ഒരു മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റിയൊക്കെ വരുന്നത് കാഷ്വാലിറ്റി പോസ്റ്റിങ്ങിൻ്റെ സമയത്താണ്. സോ കാഷ്വാലിറ്റി പോസ്റ്റിങ്ങിൻ്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ പേഷ്യൻസിനെ കാണുന്നു, പേഷ്യൻ്റെ ഹിസ്റ്ററി പെട്ടെന്ന് എടുക്കുന്നു. അപ്പോൾ നമ്മൾ വാർഡിലെടുക്കുന്ന പോലെയല്ല നമ്മൾ കാഷ്വാലിറ്റിയിൽ ഹിസ്റ്ററി എടുക്കുന്നത്. നമ്മൾ മെയിനായിട്ട് നമ്മൾ ഭയങ്കര ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഹിസ്റ്ററിയാണ് എടുക്കുന്നത്, ഓറിയൻറ്റഡ് ആയിട്ടുള്ള എക്സാമിനേഷൻ ചെയ്യുന്നു. അപ്പോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഹിസ്റ്ററി എടുക്കുമ്പോൾ പെട്ടെന്ന് ചോദിക്കുക എന്താണ് പേഷ്യൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ അത് പെട്ടെന്ന് അനലൈസ് ചെയ്യുക, എന്തായിരിക്കും ഇതാണെങ്കിൽ ഇതായിരിക്കും അങ്ങനെയൊക്കെ. ഇപ്പോൾ ഇവിടെ പറയാൻ നല്ല എളുപ്പമാണ്, പക്ഷേ അത് നമ്മൾ എന്ത് ചെയ്യുക, ട്രെയിൻ ചെയ്യുക. ദെൻ നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളൊന്ന് അനലൈസ് ചെയ്തിട്ട് അതും കൂടെ കൂട്ടിയിട്ട് നമ്മൾ PGസിൻ്റെ അടുത്തോ പ്രൊഫസേഴ്സിൻ്റെ അടുത്തൊക്കെ ചോദിക്കാം. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് കുറച്ചുകൂടെ ഒരു വിവരം വെക്കും. കാഷ്വാലിറ്റി പോസ്റ്റിങ്ങിൻ്റെ സമയത്ത് നമുക്ക് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യാൻ കിട്ടും. സ്യൂച്ചറിങ്, അതുപോലെ തന്നെ നമ്മൾ വൂണ്ട് ഡിബ്രൈഡ്മെൻറ്റ് ചെയ്യാൻ പഠിക്കും. വൂണ്ട് ഡിബ്രൈഡ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൂണ്ടിൽ മുറിവിലുണ്ടാവും ചത്ത കോശങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ, ജീവനില്ലാത്ത കോശങ്ങൾ, അതുപോലെ തന്നെ ഫൈബ്രിൻ അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ പുറത്തിങ്ങനെ നെക്രോട്ടിക് ടിഷ്യൂ ഒക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യും. ദെൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സർജറിയിൽ പഠിക്കും. പിന്നെ സ്യൂച്ചറിങ് ഉണ്ടെങ്കിൽ പഠിക്കാം, ബേൺസ് വൂണ്ട് ഡ്രസ്സ് ചെയ്യാൻ പഠിക്കാം. ഇതെല്ലാം പഠിക്കുന്നതൊക്കെ നമ്മൾ കാഷ്വാലിറ്റി പ്ലസ് വാർഡിലൂടെയാണ്. സോ കാഷ്വാലിറ്റിയിൽ നമ്മൾ മെയിനായിട്ട് ഇമ്പോർട്ടൻറ്റ് തീരുമാനങ്ങൾ എടുക്കാൻ പഠിക്കും. എമർജൻസി മെഡിസിൻസ് ഏതൊക്കെ പഠിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത് കാഷ്വാലിറ്റിയിലാണ്. ദെൻ ഹൗസ് സർജൻസിൻ്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ബാഡ് ന്യൂസ്, അതായത് ഓൺ കോൾ ഡ്യൂട്ടിൻ്റെ സമയത്ത് ചിലപ്പോൾ എന്താ പറയുക, പേഷ്യൻസ് മരിക്കാം അല്ലേ. അപ്പോൾ പേഷ്യൻ്റ് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ബാഡ് ന്യൂസ് പേഷ്യൻസിൻ്റെ റിലേറ്റീവ്സിൻ്റെ അടുത്ത് പറയണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എമ്പതി കാണിക്കണം, അവരുടെ അടുത്ത് എമ്പതി കാണിക്കണം. നമ്മൾ ബാക്കി അവരുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു സപ്പോർട്ടിൽ നമ്മൾ സംസാരിക്കണം. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് ഒരു ബാഡ് ന്യൂസ് പറയുന്നത്, എങ്ങനെയാണ് ഒരു നമുക്ക് കേൾക്കാൻ താല്പര്യമില്ലാത്തൊരു ഡയഗ്നോസിസ് പറയണം. ഇപ്പോൾ ഒരു രോഗിക്ക് ക്യാൻസർ ഉണ്ടെന്നൊക്കെ പറയാൻ നമ്മൾ റിലേറ്റീവ്സിൻ്റെ അടുത്തും പേഷ്യൻസിൻ്റെ അടുത്തൊക്കെ അത് പറയാൻ നമുക്കും ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അത് നമ്മൾ പറഞ്ഞ് പഠിച്ചേ പറ്റൂ. കാരണം ദറ്റ്സ് എ പാർട്ട് ഓഫ് അവർ കരിയർ, റൈറ്റ്? എന്ന് കരുതിയിട്ട് നമ്മളൊന്നും എന്താ പറയുക, ഒന്നും ഷുഗർ കോട്ട് ചെയ്ത് സംസാരിക്കരുത്. ഉള്ള കാര്യങ്ങൾ എമ്പതിയോട് കൂടിയിട്ട് അവരോട് ഇരുത്തിയിട്ട് അവരെ കേട്ട് നന്നായിട്ട് മനസ്സിലാക്കി അവരോട് സംസാരിക്കുക. പിന്നെ അടുത്തൊരു ക്വാളിറ്റിയാണ് നമുക്ക് കിട്ടുന്നത് കമ്മ്യൂണിറ്റി മെഡിസിൻ പോസ്റ്റിങ്ങിൻ്റെ സമയത്താണ്. അതായത് കമ്മ്യൂണിറ്റി മെഡിസിൻ പോസ്റ്റിങ്ങിൻ്റെ സമയത്ത് നമ്മൾ കുത്തിവെപ്പിൻ്റെ സെൻറ്ററിലിരിക്കും. അതായത് ഇമ്മ്യൂണൈസേഷൻ്റെ ഒരു സ്ഥലത്ത് നമ്മളിരിക്കും. അപ്പോൾ അതിൻ്റെ സ്കെഡ്യൂളും കാര്യങ്ങളൊക്കെ അത് കുത്തിവെപ്പ് കൊടുക്കുന്നതിനെ കുറിച്ചും ഇഞ്ചെക്ഷൻസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കും. മസിലിൽ ഇഞ്ചെക്ഷൻ കൊടുക്കാൻ പഠിക്കും, അതുപോലെ തൊലിപ്പുറത്ത് ഇഞ്ചെക്ഷൻ കൊടുക്കാൻ പഠിക്കും. ദെൻ നമ്മൾ അടുത്തതായിട്ട് കമ്മ്യൂണിറ്റി മെഡിസിനിൽ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹെൽത്ത് സെൻറ്ററിൽ പോസ്റ്റിംഗ് ഉണ്ടാവും. പബ്ലിക് ഹെൽത്ത് സെൻറ്ററിലും അർബൻ ഹെൽത്ത് സെൻറ്ററിലൊക്കെ നമുക്ക് എന്തുണ്ടാവും, പോസ്റ്റിംഗ് ഉണ്ടാവും കമ്മ്യൂണിറ്റി മെഡിസിൻ്റെ അണ്ടറിൽ. സോ നമ്മൾ എന്ത് ചെയ്യും, അവിടെ പോകും, രോഗികളെ ഒരു റിയൽ ഡോക്ടറായിട്ട് നമ്മൾ നോക്കും. നമ്മൾ മരുന്ന് കൊടുക്കും രോഗിക്ക്. അപ്പോൾ ജനറൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. നോർമലി യൂസ് ചെയ്യുന്ന മെഡിക്കേഷൻസ്, നോർമൽ കേസസിന് കൊടുക്കുന്ന മെഡിക്കേഷൻസ്, അങ്ങനെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ആക്ച്വലി നമ്മളൊരു ഹെൽത്ത് സെൻറ്ററിലൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മളൊരു അസുഖത്തിനെ ആവില്ല ട്രീറ്റ് ചെയ്യാം. നമുക്ക് അപ്പം തന്നെ ഒരു അസുഖം ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല. കാരണം രോഗി വരുന്നത് ചിലപ്പോൾ ഒരു പനി കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു തൊണ്ടവേദന മാത്രം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതൊരു സിംറ്റം വൈസ് ആണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. നമുക്ക് അസുഖം കണ്ടെത്തിയിട്ട് അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഇല്ല. അപ്പോൾ നമ്മൾ പനിക്കുള്ള മരുന്ന് കൊടുക്കും, പനി കുറയാനുള്ള മരുന്ന് കൊടുക്കും. തൊണ്ടവേദന ഉണ്ടെങ്കിൽ അതിനുള്ള ഒറ്റമൂലികളൊക്കെ പറഞ്ഞു കൊടുക്കും. നല്ല വേദന ഉണ്ടെങ്കിൽ പാരസെറ്റമോൾ തന്നെ ഏൽക്കുന്നതാണെങ്കിൽ അത് മതി. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഹെൽത്ത് സെൻറ്ററിൽ കൊടുക്കുന്നത്. കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ്, കുറച്ചുകൂടി റെസ്പോൺസിബിലിറ്റി, കുറച്ചുകൂടി ഒരു ക്ലിനിക്കൽ തിങ്കിങ് സ്കിൽസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, PHCയിലും അർബൻ ഹെൽത്ത് സെൻറ്ററിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടും. വർക്ക് ചെയ്യല, നമ്മൾ ഈ ഹൗസ് സർജൻസിൻ്റെ സമയത്ത് പോസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഹൗസ് സർജൻസിൻ്റെ സമയത്ത് നമുക്ക് ഓൺ കോൾ ഡ്യൂട്ടീസ് ഉണ്ടാവും. നമ്മളിപ്പോൾ രാത്രി രോഗിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ ആകും വിളിക്കാം. അപ്പോൾ രാത്രി പേഷ്യൻ്റെ അടുത്ത്, ആ രോഗിയുടെ അടുത്ത് പോയി സംസാരിക്കുക, രോഗിക്ക് മരുന്ന് കൊടുക്കുക, ഇതെല്ലാം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ ഓൺ കോൾ ഡ്യൂട്ടിയുടെ സമയത്താണ്. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു രോഗി മരിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, അവരെ CPR കൊടുക്കും.
അതായത് ഹാർട്ടിന് മസാജ് കൊടുക്കുക എന്ന് പറയില്ല, തൊറാക്സ് മസാജ് കൊടുക്കും. അപ്പോൾ CPR ഒക്കെ കൊടുത്ത് നമ്മൾ ആക്ച്വലി CPR പഠിക്കുന്നത് ഡമ്മിയിലാണെങ്കിലും നമുക്കത് റിയൽ ലൈഫിൽ അത് യൂസ്ഫുൾ ആയിട്ട് വരുന്ന സിറ്റുവേഷൻസ് ആണ് ഇങ്ങനത്തെ ഓൺ കോൾ ഡ്യൂട്ടീസ് ഒക്കെ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് പഠിക്കുക, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച രീതിയിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ദെൻ അഡ്രിനാലിൻ മെഡിക്കേഷൻ കൊടുക്കുന്ന അതും കാര്യങ്ങളൊക്കെ അതൊക്കെ സിസ്റ്റർമാരാണ് യൂഷ്വലി കൊടുക്കാറ്. എന്നാലും നമ്മൾ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര അഡ്രിനാലിൻ കൊടുക്കണമെന്നും അഡ്രിനാലിൻ എത്ര ഡൈലൂട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. അതൊക്കെ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല, തിയറിയിലോ പ്രാക്ടിക്കലിലോ ചിലപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല എങ്കിൽ പോലും ഹൗസ് സർജൻസിൻ്റെ സമയത്ത് കോമൺ ആയിട്ടുള്ള മെഡിക്കേഷൻസിൻ്റെ ഒക്കെ ഡോസസ് പഠിക്കാം, അതുപോലെ തന്നെ എമർജൻസി മെഡിക്കേഷൻസിൻ്റെ ഒക്കെ ഡോസസ് പഠിക്കുക, അതൊക്കെ നോട്ട് ചെയ്യുക, അത് നമുക്കായിട്ടൊരു നോട്ട് ഉണ്ടാക്കുക. അതെല്ലാം എന്ത് ചെയ്യും, നമ്മൾ പിന്നെ ഈ MBBS കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് വളരെ യൂസ്ഫുൾ ആകും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഹൗസ് സർജൻസിൻ്റെ സമയത്ത് യൂഷ്വലി സ്റ്റൈപ്പൻഡ് ഉണ്ടാവും, അതായത് സാലറി പോലെ നമുക്ക് സ്റ്റൈപ്പൻഡ് ഉണ്ടാവും. അപ്പോൾ നമുക്കത് മാസത്തിൽ നമുക്ക് നമ്മൾ വർക്ക് ചെയ്തതിന്, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഫസ്റ്റ് സാലറി പോലെ നമുക്ക് കാണാവുന്ന ഒരു എമൗണ്ടാണത്. ദെൻ അതുകൂടാതെ നമ്മൾക്ക് വളരെ ഒരു നല്ല അടിപൊളി ലൈഫാണ് ഹൗസ് സർജൻസിൻ്റെ സമയം എന്ന് പറയുന്നത്. നമ്മളെന്ത് ചെയ്യും, നമ്മൾ ആക്ച്വലി എക്സാം ടെൻഷനൊന്നുമില്ല, നമ്മളെന്ത് യൂഷ്വൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മളെ പേജസിൻ്റെ അടുത്തൊക്കെ നല്ല കമ്പനി ആവാം, ഫ്രണ്ട്ലി ആയിരിക്കും, പുറത്ത് പോയി ഫുഡ് കഴിക്കുക, ഒരുമിച്ച് പോയി നമ്മൾ യൂണിറ്റിലുള്ളവരെല്ലാം ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോകുന്നു, ഒരുമിച്ച് സ്ഥലങ്ങൾ കറങ്ങാൻ പോകുന്നു. അപ്പോൾ പോസ്റ്റിങ് ഇപ്പോൾ കാഷ്വാലിറ്റി ഡ്യൂട്ടി ഒന്നും ഇല്ലാത്ത സമയമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒഴിവുള്ള സമയങ്ങളൊക്കെ എന്ത് ചെയ്യുക, നല്ല ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോവുക. ഒരു അടിപൊളി ഫേസാണ് ആക്ച്വലി ഹൗസ് സർജൻസി എന്ന് പറയുന്നത്. എന്നിരുന്നാൽ കൂടെ നമുക്ക് ഒരുപാട് ഡ്യൂട്ടീസ് വരും, 24 hour ഡ്യൂട്ടീസൊക്കെ വരുന്ന സമയങ്ങളുണ്ട്. ദെൻ തലേന്ന് നൈറ്റ് ഡ്യൂട്ടി എടുത്തിട്ടും പിറ്റത്തെ ദിവസം വാർഡിൽ പോയിട്ട് നമ്മൾ വീണ്ടും ഈ ചെയ്യുന്ന ജോലികളൊക്കെ ചെയ്യേണ്ട അവസ്ഥകൾ വരുന്നുണ്ട്. ഈ വർക്ക് ലൈഫ് ബാലൻസ് വളരെ കുറവാണ് ഹൗസ് സർജൻസിൻ്റെ സമയത്ത്. എന്നിരുന്നാൽ കൂടെ നമ്മളൊരു പഠിക്കുന്ന ഫേസ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് കുറച്ചുകൂടെ എന്ത് ചെയ്യാം, ഒന്ന് പുഷ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കാം. നമ്മൾ സ്വന്തം നമുക്ക് തന്നെ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് ഹൗസ് സർജൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡെവലപ്പ് ആവുന്ന, നമ്മൾ ഇവോൾവ് ചെയ്യുന്ന, നമ്മളൊരു നല്ലൊരു ഡോക്ടർ ആവുന്ന ഒരു ഫേസാണ് ഹൗസ് സർജൻസി എന്ന് പറയുന്നത്. അപ്പോൾ അതിലെന്ത് ചെയ്യുക, ഉഴപ്പാതെ മുങ്ങി നടക്കാതെ നമ്മൾ ഫുൾ പൊട്ടൻഷ്യൽ എടുത്തിട്ട് എന്ത് ചെയ്യാം, ഹൗസ് സർജൻസി ചെയ്യാം. അതിൻ്റെ ഒരു ഗുണം നിങ്ങളുടെ ബാക്കി വർക്ക് ലൈഫിൽ, നിങ്ങളുടെ കരിയറിൽ കാണാനുണ്ടാവും. സോ അത്രയാണ് എനിക്ക് ഹൗസ് സർജൻസിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങളുടെ ലൈഫിലെ ഹൗസ് സർജൻസിയിൽ ഉണ്ടായിട്ടുള്ള നല്ല നല്ല അനുഭവങ്ങൾ ഷെയർ ചെയ്യാം. അപ്പോൾ ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരിക്കുന്നവർ ഈ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഡോക്ടർ ആവാനുള്ള ആഗ്രഹം കുറച്ചും കൂടെ കൂടിയോ അതോ കുറഞ്ഞോ എന്നുള്ളതും കൂടെ നിങ്ങളൊന്ന് കമൻറ്റിൽ ഷെയർ ചെയ്യുക. ദെൻ എല്ലാവരും നിങ്ങളുടെ കോളേജ് ലൈഫിൽ ഉണ്ടായിട്ടുള്ള രസകരമായ സംഭവങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ കമൻറ്റിൽ ഷെയർ ചെയ്യാം. ഈ വീഡിയോ സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ചൂസ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോസ്. ബൈ.